രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര 10ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 10ാം ദിനത്തിൽ സുപോളിൽ നിന്ന് ദർഭംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര. പ്രിയങ്ക ഗാന്ധി ഇന്ന് യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. നാളെ മുതൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ള നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 1 പട്നയിലാണ് യാത്രയുടെ സമാപനമുണ്ടാവുക. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇന്നലെ ഒരു ദിവസത്തെ ഒഴിവിന് ശേഷം ഇന്നിപ്പോൾ യാത്ര വീണ്ടും ആരംഭിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കം യാത്രയുടെ ഭാഗമാകുന്നത് വലിയ ആവേശം നിറയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾ, മുഖ്യമന്ത്രിമാരടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ യാത്രയുടെ ഭാഗമാകുന്നു. അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നത്തെ യാത്രയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ന് 10ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസവും രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ ലഭിച്ചത് വലിയ രീതിയിലുള്ള ജനപിന്തുണയായിരുന്നു. രാഹുലിനൊപ്പം RJD നേതാവ് തേജസ്വി യാദവും CPML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയുമായിരുന്നു കഴിഞ്ഞ 9 ദിവസവും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് ഇടവേളയായിരുന്നു. അതിനുശേഷം ഇന്ന് യാത്ര പുനരാരംഭിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ന് യാത്രയ്ക്ക് രാഹുലിനൊപ്പം എത്തുന്നത്. അടുത്ത ദിവസം കൂടി പ്രിയങ്ക ഗാന്ധി രാഹുലിനൊപ്പം ഉണ്ടാകും. ഇതുകൂടാതെ തന്നെ യാത്രയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളടക്കം ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് മറ്റന്നാൾ യാത്രയുടെ ഭാഗമാകുക. അതിനടുത്ത ദിവസം ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ളവർ യാത്രയ്ക്ക് എത്തുകയാണ്. പക്ഷേ നമുക്കറിയാം, വലിയ രീതിയിലുള്ള ജനപിന്തുണ ഏറ്റുമായി. കാരണം ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പോകുന്നത്. ബൈക്കിലും തുറന്ന ജീപ്പിലും കാൽനടയായിട്ടും രാഹുൽ സഞ്ചരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പിന്തുണ, ഏകദേശം 1000കണക്കിനോളം സ്ത്രീകളും കുട്ടികളും അടക്കമാണ് രാഹുലിനെ കാത്ത് റോഡിന്റെ ഇരുവശവും നിൽക്കുന്നത്. ഇന്നും യാത്ര ആരംഭിക്കുമ്പോൾ വലിയ ജനപിന്തുണ രാഹുലിന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തി തന്നെയാണ് രാഹുൽ പോകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ആരോപണങ്ങൾ പ്രതിപക്ഷം ശക്തമാകുമ്പോഴും അതിലൊരു മറുപടി നൽകുവാൻ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് BJPയുടെ വക്താവിനെ പോലെ എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആ വിമർശനത്തിൽ ഊന്നി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളതും. അടുത്ത മാസം 1 യാത്രയുടെ സമാപനമുള്ളത്. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന മെഗാ റാലിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര സമാപിക്കുക. പക്ഷേ ആ പോരാട്ടം ഇവിടെയൊന്നും അവസാനിക്കില്ല. അതിനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ച പിന്തുണ അത് BJPയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. കാരണം ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം കൂടിയാണ് ഇന്ത്യ സഖ്യം ഇതിലൂടെ ഇപ്പോൾ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ജിൽസി, ശരി അരവിന്ദ്.